ഇന്ന് നമ്മുടെ തൊടിയിലും പാടത്തൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണല്ലോ മയില്. എന്നാൽ 1933 പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലി കേരളത്തിൽ 19 ഇടങ്ങളിൽ നടത്തിയ കണക്കെടുപ്പിൽ ഒരു സ്ഥലത്ത് പോലും മയിലിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലും മാത്രം കണ്ടുവന്നിരുന്ന മയിലുകൾ ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമാണ്. അതായത് കേരളത്തിന് മയിലൊരു അധിനിവേശ പക്ഷിയാണ്. വളരെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദമായതുകൊണ്ടും കുറഞ്ഞ ദൂരം പറക്കാൻ പറ്റുന്നതുകൊണ്ടും ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 1963 മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ അതേ വർഷം തന്നെയാണ് കേരളത്തിൽ തൃശ്ശൂർ പീച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി മയിലിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ ഉത്തരേന്ത്യയിലെ വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു കണ്ടുവന്നിരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷകാലത്ത് 1500 മില്ലിമീറ്റർ താഴെയും വേനലിൽ 75 മില്ലിമീറ്റർ താഴെയും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇവർക്ക് ഇഷ്ടം, അതായത് വരണ്ട പ്രദേശങ്ങൾ. കേരളത്തിൽ 3000 മില്ലിമീറ്ററിൽ കൂടുതലാണ് മഴ ലഭിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ കേരളം വരണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതരും നിരീക്ഷകരും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പാലക്കാട് ചൂലന്നൂരിൽ മയിലിന് വേണ്ടി ഒരു സംരക്ഷണ കേന്ദ്രം വരെയുണ്ട്. ധാന്യങ്ങളും ചെറു കൃമികീടങ്ങളും ചില ചെറിയ ജീവികളെയും ഭക്ഷണമാക്കുന്ന ഇവ കർഷകർക്ക് പക്ഷേ വലിയ ഭീഷണിയാണ് നൽകുന്നത്. ആൺമയിലുകൾക്ക് തിളക്കമുള്ള വർണ്ണാഭമായ പീലിയുള്ളതും പെൺമയിലുകൾക്ക് പീലിയില്ലാത്തതും ഇവയുടെ പ്രത്യേകതയാണ്. മയിലെണ്ണ പോലെയുള്ള വ്യാജ മരുന്നുകൾക്ക് വേണ്ടിയും പീലിക്ക് വേണ്ടിയും ഇവയുടെ കൊഴുപ്പ് ശേഖരിക്കുന്നതിന് വേണ്ടിയും വൻതോതിൽ ഇവയെ ഒരു സമയത്ത് കൊന്നൊടുക്കിയിരുന്നു. കൃഷിക്ക് ഇവരുണ്ടാക്കിയ ഭീഷണി കാരണം ഒരു സമയത്ത് തമിഴ്നാട്ടിലെ കർഷകർ വൻതോതിൽ ഇവയ്ക്ക് വിഷം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1972 ഒരു സ്പെഷ്യൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാവുകയും അതിൽ തന്നെ സെക്ഷൻ 51A പ്രകാരം മയിലിനെ കൈവച്ചാൽ 7 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമായി കണക്കാക്കുകയും ചെയ്യപ്പെട്ടു. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.